സമ്പത്ത്, ഇവിടെ ഇന്ന് AK ബാലൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അവരുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ വാഹനത്തിലൊപ്പം കൂട്ടാത്തതിനെ കുറിച്ച് ചോദിക്കുന്നു. ന്യൂനപക്ഷങ്ങളോടുള്ള BJPയുടെ സമീപനം എന്ന നിലയിലാണ് അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ശ്രീ AK ബാലൻ. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അവർ നടത്തുന്ന ഒരു റോഡ് ഷോ, അതിൽ ആരെ ഉൾക്കൊള്ളിക്കണം ആരെ ഒഴിവാക്കണം എന്നതൊക്കെയുള്ളത് അവരുടെ തീരുമാനങ്ങളല്ല. ഇതിനെല്ലാത്തിലും ഇങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ എതിരായ നിലപാട് എന്ന രീതിയിൽ അത് കണ്ട് ആ രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അത്തരം നറേറ്റീവുകളിലേക്ക് എത്തുന്നതിൽ? രേണുക, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വാർത്തകളും അതിനെ സംബന്ധിച്ച് പരസ്പരമുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, അതാണല്ലോ ഇപ്പോൾ ഞങ്ങൾ 3 പേരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് കാരണമായി താങ്കളും ക്ഷണിച്ചത്. ഒരു സ്റ്റാർ ക്യാമ്പയിനർ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതോ ആകട്ടെ, ഞാൻ ആരെയും വ്യക്തിപരമായി എന്തെങ്കിലും പരാമർശം നടത്താനേ അല്ല, അങ്ങനെ ദയവായി ചിന്തിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ഇപ്പോൾ BJPയെ സംബന്ധിച്ച് നിലവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയൊരു സ്റ്റാർ ക്യാമ്പയിനറെ കൊണ്ടുവരാനില്ല. മുമ്പാണെങ്കിൽ ട്രംപിനെ കൊണ്ടുവരാമായിരുന്നു. ഇനിയിപ്പോൾ ട്രംപ് കഴിഞ്ഞ US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയതുകൊണ്ട് ഇനി അങ്ങനെ കൊണ്ടുവരുന്നൊരു സാധ്യതയെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടതില്ല. കേരളം നമ്മൾ മുമ്പേ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്നതായി നാട്ടിലേക്ക് നമ്മളെല്ലാവരെയും 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്, നമ്മുടെ അതിഥികളായി അവരെല്ലാവരും വരട്ടെ, കേരളത്തെ കാണട്ടെ, കേരളീയരെ അറിയട്ടെ, കേരളത്തെ പഠിക്കട്ടെ, കേരളത്തിൽ നിന്ന് പല കാര്യങ്ങളും അവർ ഉൾക്കൊള്ളട്ടെ. ഞാനിപ്പോൾ എന്താ ഇത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റാർ ക്യാമ്പയിനറെ അങ്ങനെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആനയിച്ച് കൊണ്ടുവരുമ്പോൾ എല്ലാ ശ്രദ്ധയും ആ വാഹനത്തിലേക്ക്, ആ വ്യക്തിയിലേക്ക് ആയിരിക്കുമ്പോൾ നിർബന്ധമായും എന്തായിരിക്കും രേണുക? ആ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അല്ല, ഒന്നിലേറെ ലോക്സഭാ മണ്ഡലങ്ങൾ ചേർന്ന ഭാഗത്താണ് ആ റോഡ് ഷോ നടക്കുന്നതെങ്കിൽ അങ്ങനെ ആ സ്ഥാനാർത്ഥികളെ സ്വാഭാവികമായും അദ്ദേഹത്തോടൊപ്പം അങ്ങനെ തന്നെ നിർത്തുമല്ലോ. ഒപ്പം ചിലപ്പോൾ പരമാവധി സംസ്ഥാന നേതാക്കളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ, ജില്ലാ നേതാക്കളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ, അങ്ങനെ വളരെ ഒരു പരിമിതമായ നമ്പറായിരിക്കും. പക്ഷേ നിർബന്ധമായും ആ രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനാർത്ഥി ആ പ്രത്യേക മണ്ഡലത്തിലെ മുഖമാണ്. ആ സ്ഥാനാർത്ഥിയുടെ പേരും ചിത്രവുമാണ് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഉണ്ടാവുക, പോസ്റ്ററിൽ അച്ചടിക്കുക, ഈ സ്ലിപ്പുകളായി പ്രവർത്തകർ വീടുകളിൽ നൽകുക എന്നുള്ളത്. പേരെന്തോ ആകട്ടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റേതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജാതി, മത, വർണ്ണ, വർഗ, ഭാഷ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചല്ല, ലിംഗത്തെ സംബന്ധിച്ചൊന്നും ഞാനതൊന്നും പറയാനൊന്നുമല്ല ഈ വേള ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ആ ചർച്ചയ്ക്കുമായി ബന്ധപ്പെട്ട് BJPയാണ് മറുപടി പറയേണ്ടത്. ഇതേ സമയം തന്നെ BJPയുടെ കാസർഗോഡ് അവരുടേതായ യോഗം, അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടിയ യോഗത്തിൽ തന്നെ വല്ലാത്തതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മറന്നേക്ക് പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ മുന്നിൽ അതും ചിത്രമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ വരവ് വരുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ള വല്ലാത്ത അഹങ്കാരം നിറഞ്ഞ ചില BJP നേതാക്കളുടേതായിട്ടുള്ള വല്ലാത്ത ധിക്കാരം നിറഞ്ഞതായിട്ടുള്ള ചില വർത്തമാനങ്ങളുണ്ട്. അത് ഒരു കാരണവശാലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. വിശിഷ്യ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായമേ ഉണ്ടായില്ല. അദ്ദേഹത്തെക്കുറിച്ചല്ല, ദയവായി അതുകൊണ്ട് ചേട്ടൻ അങ്ങനെ എന്നോട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. എന്താ പറഞ്ഞത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ? ഇവിടെ മോദി ഉള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാം കഞ്ഞി കുടിച്ച് കിടക്കുന്നത് പറഞ്ഞതാണ്. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന നിലയിലേക്ക് ഈ രാജ്യത്തിന് പുറത്തുപോയി ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ പണിയെടുക്കുന്നവർ, ലോകത്ത് ഇന്ത്യൻ രൂപയുടെ വിലയിടിവ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് ആരെയും പഠിപ്പിക്കേണ്ടതായിട്ടില്ല. ഈ ഡോളറും പൗണ്ടും യെന്നും ദിർഹവും ദിനാറും യൂറോയും എല്ലാമായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് വന്നുകൂടുന്നത് ഈ മലയാളികൾ അടക്കമുള്ള ആളുകൾ പുറത്തുപോയി പണിയെടുത്തിട്ടാണ്. ഈ ഐക്യകേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ നെല്ലരിയുടെ കാര്യത്തിൽ ഈ കേരളം, അത് പാലക്കാട് നെല്ലറ ഉണ്ടായതുകൊണ്ടോ ഇപ്പുറത്ത് ഈ നാഞ്ചിനാട് വിട്ടുപോയതുകൊണ്ട് എന്ന് സംഭവിച്ചതാണെന്ന് ധരിച്ചു കളയരുത്. 1956 പോലും നമുക്ക് ആവശ്യമായിട്ടുള്ള നെല്ലരിയുടെ 30-33% പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിവിടെ ഇന്ത്യ ഗവൺമെൻറ്റാണ് പിന്നീട് ഈ നമ്മളോട് നാണ്യവിളകളും പലതും അത്തരത്തിൽ നട്ടു നനച്ചു വളർത്താനും അധ്വാനിക്കാനും എല്ലാം പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിമിതമായ ഭൂമിയാണുള്ളത്, നമ്മുടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. നമുക്ക് ഈ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. അതിനെപ്പറ്റി തർക്കിക്കാൻ നമ്മളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാനൊരു തർക്കത്തിനല്ല, നമ്മൾ ആരും തർക്കിച്ചിട്ട് കാര്യമില്ല. അരുണാചൽ പ്രദേശിൽ എന്തേ ഖനവ്യവസായങ്ങൾ വരാത്തത് എന്ന് ചോദിച്ചിട്ട് വല്ല അർത്ഥവുമുണ്ടോ? വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയി എന്തേ നിങ്ങൾ കാർ ഫാക്ടറി ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ഇപ്പോൾ കേരളം പോലെ ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്ത് വന്നിട്ട് നിങ്ങൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അപ്പം ഇന്ത്യയിൽ നമുക്ക് പവർ കട്ടില്ലാത്ത ഒരു സംസ്ഥാനം ഇന്ന് കേരളമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും കഴിയാൻ കഴിയുന്നത്. ഈ സംസ്ഥാനത്തിലെ ജനങ്ങളെ ഇത്തരത്തിൽ ഈ 2 ദിവസത്തിന് മുമ്പ് തന്നെ ഇതുപോലെ ഒരു നേതാവ് പറഞ്ഞല്ലോ, നന്ദി വേണം, നന്ദി എന്നുള്ളത്. എന്താ, നമ്മളൊന്നും ഈ ഇന്ത്യൻ യൂണിയനിലുള്ള അംഗങ്ങളല്ലയോ? 29 സംസ്ഥാനങ്ങളെ 28ആയി വെട്ടിച്ചുരുക്കിയത് തന്നെ BJP ആണ്. അപ്പോഴും കേരളം ഒരു സംസ്ഥാനമാണ്. ഇത് അടിമ ഉടമ ബന്ധമല്ല, അത് മനസ്സിലാക്കണം. ഇന്ത്യയിൽ അധികാരത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പാർട്ടിയുടെ നേതാക്കൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിടുപണി, ഞാനത് ഇൻവെർട്ടഡ് കോമയിൽ പറയുകയാണ്, ചെയ്യുമ്പോൾ നമ്മളെ സഹോദരന്മാരായി കാണാൻ കഴിയണം. നിർഭാഗ്യവശാൽ ചില യൂണിയൻ സഹമന്ത്രിമാർ പോലും ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ കേരളത്തിന് അർഹമായത് തട്ടിത്തെറിപ്പിക്കാനും കേരളീയരെ മാനം കെടുത്താനും കേരളത്തിലെ സർക്കാരിനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയാനും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ആ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിനപ്പുറമായി ഞാൻ BJP പ്രതിനിധിയിലേക്ക് വരാം. നിരവധി വിഷയങ്ങൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് താങ്കളുടെ മറുപടി ആവശ്യമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ താങ്കളിലേക്ക് എത്താം.